പച്ചച്ചക്ക അച്ചാറിടുന്നതാണ് ഞാൻ പറയുന്നത്. അതിൽ പച്ചച്ചക്ക ചുളയ്ക്ക് കട്ടിയുള്ളത് നമ്മൾ ഏകദേശം ഈ വെള്ളക്കടുമാങ്ങായിട്ട് ഇടുക എന്ന് പറയുന്ന പോലെ അതിൽ ഇത്രയും വീതി നോക്കിക്കേ എല്ലാവരും. ഇതാണ് ഞാൻ റെസിപ്പി പറയല്ല, അത് എല്ലാവർക്കും അതിനകത്ത് മാത്രമേ ശ്രദ്ധ വരും. ഇത്രയും വീതി നീളം ആയിട്ട് നമ്മൾ എടുക്കണം. സാധാരണ വെള്ളക്കടുമാങ്ങയൊക്കെ പണ്ട് നമ്മൾ വീടുകളിൽ ഇടുകയല്ല, ആ രീതിയിൽ. എന്നിട്ട് നമ്മൾ ഒരു 10-40 ദിവസം വെള്ളം തിളപ്പിച്ച് ഉപ്പുവെള്ളത്തിലിട്ട് വെക്കണം. നമ്മൾ ഉപ്പുമാങ്ങയൊക്കെ കണ്ണിമാങ്ങയൊക്കെ ഇട്ട് വെക്കാൻ ആദ്യം ആ രീതിയിൽ തന്നെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. 10-41 ദിവസം വെള്ളം ഒഴിച്ച് അല്ലെ അച്ചാറല്ല, ഞാനത് ഉപ്പിലിട്ടതാണ്. എന്തോ ഇല്ലില്ല, ഞാൻ 10-40 ദിവസം മുമ്പേ ഇട്ട് വെച്ചിരിക്കുന്ന. ചിലപ്പം ഒരു കൊല്ലമൊക്കെ ആയത് വരെ ഉണ്ട്. ഇതൊരു 40-45 ഒന്നുമല്ല, ജനുവരി ആദ്യം. എല്ലാരും ഓർഡർ നിന്നാൽ മതിയെന്ന് പറയാം, അധികം തിന്നണ്ടോ. അല്ല ഇട്ട് കാണിക്കണം. എന്നിട്ട് അത് നമ്മള് ഇനിയിപ്പോ ഒന്ന് കഴുകി ഒന്ന് പിഴിഞ്ഞങ്ങ് എടുക്കും. ഞാൻ നല്ല ഉപ്പല്ലേ, അതുകൊണ്ട് അത്ര ഉപ്പ് വേണ്ട. പിന്നെ നമ്മൾ അച്ചാർ പൊടി, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, അത് കഴിഞ്ഞ് നമ്മളത് എല്ലാം കൂടെ ഇട്ട് വഴറ്റിയിട്ട് അതിനകത്ത് അച്ചാർ പൊടി ഇടുക. അച്ചാർ പൊടി ഇട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ തീ കുറച്ചിട്ട് വേണം. അച്ചാർ പൊടി എല്ലാം വാങ്ങിപ്പോകും. ഏതച്ചാർ സാധാരണ മേടിക്കുന്ന അച്ചാർ പൊടിയാണല്ലോ എല്ലാവരും ഉപയോഗിക്കുന്നത്. പിന്നെ ഉലുവ, കടുവൊക്കെ ഇട്ട് നമ്മൾ ആദ്യം കടുവ് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് വഴറ്റണം. സാധാരണ അച്ചാർ ഇടുന്ന പോലെ ഉള്ളു, അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞ് വെള്ളം സ്വല്പം 40 ദിവസം ആയാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് കൂടിപ്പോയാലും കുഴപ്പമില്ല. താഴേക്ക് ഒരു 20 ദിവസം മതി. അത്ര അത്യാവശ്യം പിടിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, എനിക്ക് വന്ന് കൂടുതൽ ദിവസം കിടക്കുന്നത് സാറിന് ഉപ്പുമാങ്ങയൊക്കെ കൂടുതൽ കിടക്കുന്നതല്ല ഗുണം. എനിക്ക് തോന്നുന്നു ഞാൻ സാറിന് 10-40 ദിവസം ഞാൻ 3-4 ഭരണിയിലിട്ട് വെച്ചിട്ടുണ്ട്. അന്നേരം ഉപ്പുമാങ്ങ ഇടുന്ന പോലെ തന്നെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെയാണ് ഞാൻ അതെപ്പോഴും വെള്ളം നല്ലോണം ഉപ്പും വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ആറിയിട്ട് മാത്രമേ ഇടാവുള്ളൂ. ചക്ക എന്ന് പറയുന്ന സാധനത്തിന് അധികം വേവില്ല. അതുപോലെ തന്നെ മോളി കിടക്കണം. ഇതിനകത്ത് അധികം ഇറങ്ങുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇത്ര നാളുകൾ കണ്ടിട്ട് അധികം ഇറങ്ങാറില്ല വെള്ളം. നേരെ എനിക്ക് മാങ്ങയൊക്കെയാണ് നമ്മൾ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അതൊന്നും വേണ്ട, ഇടയ്ക്കൊന്ന് ഇളക്കി ഇടുന്നതല്ല. എന്നിട്ട് കടുക് പൊട്ടിച്ച് ഉലുവായും കടുകും കൂടെ പൊട്ടിച്ചിട്ട് നമ്മൾ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റണം. വഴറ്റി സ്വല്പം മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിക്കിൾ അച്ചാർ പൊടിയും കൂടി ഇടുക. എന്നിട്ട് തീ ഓഫ് ആക്കണം. അച്ചാർ പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ, എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ആ വെള്ളം ഒന്നുകൂടെ ഞാൻ എന്തിനാ ഓഫാക്കിയെന്ന് ചോദിച്ചാൽ മുളക് പൊടി കരിഞ്ഞു പോകും, അതുകൊണ്ട് മാത്രം ഓഫാക്കിയാൽ. നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒരു 1/2 ഗ്ലാസ്, ഇതിനൊക്കെയാണ് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇത്ര വെള്ളം ഒഴിച്ച് അതിനകത്തോട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് അത് ഇത് പെട്ടെന്ന് നമ്മുടെ ഉപ്പിലിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് പിഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഇടുക. ഒന്ന് വഴറ്റുക, ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി. എന്നിട്ട് ഉടനെ എടുത്ത് ഓഫാക്കണം, അല്ലെങ്കിൽ ഇത് വെന്ത് പോകും. ചക്കയൊക്കെ അങ്ങനെ വെന്ത് പോകുകയെന്ന് തോന്നുന്നു, ഉപ്പി കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ സാറിന് ഇത് ഞാൻ പിന്നെ ഇപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ ഇച്ചിരി നേരം വഴറ്റി ഇടാമെങ്കിൽ നല്ല ഇതാണ്. എന്നുവെച്ചാൽ 2 കളറൊക്കെ ആകുമ്പോൾ നല്ല ഈ കടുമാങ്ങ ഇടുന്ന പോലെ വെള്ളക്കടുമാങ്ങ ഇടുക. അതുപോലെ തന്നെ ഇരിക്കും. ക്യാരറ്റ് നമ്മൾ ആ പച്ചമുളകൊക്കെ അരിഞ്ഞ് വഴറ്റുന്നതിന് കൂടെ അത്ര വേവ് മതി. അന്നേരം പിന്നെ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അയക്കുക. അതുപോലെ തന്നെ അച്ചാറിൻ്റെ ഏത് അച്ചാറിനും നമ്മൾ സ്വല്പം പഞ്ചസാരയും കൂടെ ചേർക്കുന്നത് നല്ലതാണ്. എല്ലാം